ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൽഫാസ് കിച്ചൺ. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് 1 അവർ കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 ഡിന്നർ റെസിപ്പിയാണ്. അതും സെയിം ഡോ വെച്ചിട്ട്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലോട്ടേക്ക് പോയാലോ. ഡോ തയ്യാറാക്കാനായിട്ട് നമുക്ക് മൈദയാണ് ആവശ്യം. ഇവിടെ ഞാൻ 2 കപ്പ് മൈദമാവ് ഒരു പാത്രത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ. നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം. ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാനിവിടെ 1 മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട അലർജിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ മുട്ട ചേർക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാം. ഇതും കൂടി ചേർക്കുമ്പോഴാണ് ഇത് ശരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മിൽക്കാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറു ചൂടുള്ള പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഇത്രയും പാല് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പകുതി പാലും പകുതി ചെറു ചൂടുവെള്ളവുമായിട്ട് ചേർക്കാം. അതിനും താല്പര്യമില്ലെങ്കിൽ ഫുൾ വെള്ളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കാം. പക്ഷേ പാല് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് സ്കിപ്പ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിന്നർ ഐറ്റം ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നന്നായിട്ട് ഇതൊന്ന് കുഴച്ച് എടുത്ത് വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. എൻ്റെ ഈസ്റ്റ് നല്ല ഫ്രഷ് ഈസ്റ്റാണ് കേട്ടോ. അതാണ് ഞാൻ ഡയറക്റ്റ് തന്നെ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പൊങ്ങി വരുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് അത് ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാവൊക്കെ നല്ല രീതിയിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവിൻ്റെ മുകളിലോട്ടേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് മാവ് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 മണിക്കൂർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിൽ കൂടുതൽ നിങ്ങൾ വെക്കരുത്. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ മാവ് ഓവറായിട്ട് സോഫ്റ്റായി പോവും. അപ്പം ആ സോഫ്റ്റായിട്ടുള്ള മാവ് വെച്ചിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ പിന്നെ ഭട്ടൂരയും ഞാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഈ മാവ് ഒന്നുകൂടി കുഴച്ചെടുക്കുന്നുണ്ട്. ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം ഈ മാവ് 2 ഈക്വൽ പോർഷനായിട്ട് വെക്കുന്നുണ്ട്. ഒരു പോർഷന് ഭട്ടൂരയ്ക്ക് വേണ്ടിയിട്ടും ഒരു പോർഷൻ ഞാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ്. ഇനി മാവ് നമ്മുടെ ചപ്പാത്തിയുടെ ഉരുള തയ്യാറാക്കുന്നില്ലേ, അതിൽ നിന്നും കുറച്ചുകൂടി വലുപ്പമുള്ള ഉരുളയാക്കിയിട്ട് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ എൻ്റെ കൗണ്ടർ ടോപ്പ് നന്നായി തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ്. അതിലോട്ടേക്ക് ഞാൻ കുറച്ച് മൈദ തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ മാവും പരത്തി എടുക്കുന്നുണ്ട്. ചപ്പാത്തിൻ്റെ മാവുണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചുകൂടി തിക്കായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. മൊത്തം മാവും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് പകുതി ഭാഗം 1/2 മൂണായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അതായത് ചപ്പാത്തി 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ബാക്കി ഉള്ള മാവ് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഭട്ടൂരയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. മറ്റേത് 1/2 മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഞാനിന് വേണ്ടിയിട്ടുമാണ്. ഭട്ടൂര നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ ഇങ്ങനെ 4ആയിട്ടാണ് പാർട്ടികളിലൊക്കെ കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാറ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി അതിൽ പരത്തി വെച്ചിട്ടുള്ള 1/2 മൂണിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നാണിൻ്റെ മാവില്ലേ, അത് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. മുഴുവൻ മാവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കുക. ഇനി നമുക്ക് ഭട്ടൂരയുടെ മാവുണ്ടല്ലോ, അത് ഓരോന്നായി ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം. ഇത് ഓവറായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ മാറ്റി നിൽക്കരുത്. അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും കുക്ക് ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ കരിഞ്ഞു പോവും. ഈ ഭട്ടൂര എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കാരണം ഇതിൽ ഒരു തുള്ളി ഓയിൽ പോലും കുടിക്കില്ല. അത്രയ്ക്ക് അടിപൊളി ഭട്ടൂരയാണിത്. അങ്ങനെ ഇവിടെ ഭട്ടൂര എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
ഇനി നമുക്ക് ചുട്ടെടുത്ത ഞാനിൻ്റെ മുകളിലോട്ട് കുറച്ച് ബട്ടർ കൂടി തടവി കൊടുക്കാം. ഞാനിവിടെ ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് തടവി കൊടുക്കുന്നത്. എന്താ ഫോർക്ക് യൂസ് ചെയ്തിട്ട് തടവുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്, സ്പൂൺ യൂസ് ചെയ്യാതെ? ഇതൊക്കെ വെറും പട്ടി ഷോ, അത്ര തന്നെ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്താൽ സംഭവം സെറ്റായി. അപ്പോൾ വീട്ടിൽ പാർട്ടിയൊക്കെ വരുമ്പോൾ ഒരേ മാവിൽ തന്നെ നമുക്ക് 2 വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എൻ്റെ ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.